മുതിർന്ന മാധ്യമപ്രവർത്തകൻ എം ജയചന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജയചന്ദ്രൻ, വളരെ കൃത്യമാണ് എ വിജയരാഘവൻ പറഞ്ഞ കാര്യങ്ങൾ. അദ്ദേഹം പറഞ്ഞത് പ്രിയങ്ക ഗാന്ധി ജയിച്ചത് വർഗീയ ചേരിയുടെ വോട്ട് നേടിയാണ് എന്ന് പറഞ്ഞത് വലിയ വിവാദമാക്കുകയാണ് ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ. അതിൽ പ്രധാനികൾ കോൺഗ്രസും ലീഗും തന്നെയാണ്. എന്താണ് വിജയരാഘവൻ പറഞ്ഞത്? ആ വർഗീയ ചേരി എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി വളരെ നേരത്തെ തന്നെ CPM പറഞ്ഞ കാര്യമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമിയുടെയും SDP-യുടെയും അടക്കം പിന്തുണയോടുകൂടി ലീഗ്, ഒരുപക്ഷെ ലീഗിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന SDP-യും ജമാഅത്ത് ഇസ്ലാമിയും അവരുടെ വോട്ട് നേടിയാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചത് എന്ന് പറയുന്ന കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട്, ഒരാളുടെയും ഒരു വർഗീയ പാർട്ടിയുടെയും വോട്ട് വേണ്ട എന്ന് പറയുന്ന അതേ നിലപാടോടുകൂടി തന്നെ ഉറക്കെ പറയുകയായിരുന്നു വിജയരാഘവൻ. ആ വർഗീയ ചേരി, അതായത് മുസ്ലിം മതത്തിൻ്റെ മറവിലിരുന്നു കൊണ്ട് വർഗീയ രാഷ്ട്രീയ കച്ചവടം ചെയ്യുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. അതിനെ വിവാദമാക്കുമ്പോൾ അവർക്കെതിരെ വരുന്ന ചില ആരോപണങ്ങളെ മറയിടാൻ കൂടി ലക്ഷ്യമിട്ടുള്ളതല്ലേ ഈ കടന്നാക്രമണം എ വിജയരാഘവനെതിരെ നടത്തുന്നത്? ഇത് ചില പ്രത്യേക കാര്യങ്ങൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് സുജു. കാരണം ഈ വർഗീയ നിലപാടുകളെ സംബന്ധിച്ച്, വർഗീയ കാഴ്ചപ്പാടുകളെ സംബന്ധിച്ചൊക്കെ ഇപ്പൊ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു വെളിപാടുണ്ടായിട്ടല്ല സഖാവ് വിജയരാഘവൻ വയനാട് CPM ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ സംസാരിച്ചത്. ഇത് എത്രയോ പതിറ്റാണ്ടുകളായി തുടരുന്ന ഒരു നിലപാടാണ്. അപ്പൊ പക്ഷേ കോൺഗ്രസ് ഒരുപറ്റം മാധ്യമങ്ങളും നിരന്തരം ശ്രമിക്കുന്നത് LDF, വിശേഷിച്ചും CPIM വർഗീയതയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാമർശങ്ങൾ നടത്തിയാലോ നിലപാടുകൾ സ്വീകരിച്ചാലോ അതെല്ലാം മുസ്ലിം വർഗീയതയാണെന്നുണ്ടെങ്കിൽ അത് BJP-യെ പ്രീണിപ്പിക്കാനാണ് എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ എപ്പോഴും അവർ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നവരാണ്. പക്ഷെ ചില കാര്യങ്ങൾ കാണാതെ ഇരിക്കാനും കഴിയില്ലല്ലോ. അതിലേറ്റവും പ്രധാനം എന്താണെന്ന് അറിയാമോ? രണ്ട് മുന്നണികളാണല്ലോ കേരളത്തിലുള്ളത്, LDF-ഉം UDF-ഉം. UDF-ന്റെ മുന്നണിയുടെ നേതൃസ്ഥാനത്ത് ആരൊക്കെയാണ് ഇരിക്കുന്നതെന്ന് പരിശോധിച്ച് നോക്കൂ. UDF-ന്റെ കൺവീനർ, UDF-ന്റെ പാർലമെന്ററി പാർട്ടി നേതാവ്, KPCC പ്രസിഡന്റ്. ഇത് കോൺഗ്രസ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? KPCC പ്രസിഡന്റ് ഹിന്ദു സമുദായത്തിലെ ഒരു ജാതിയിൽപ്പെട്ടയാളാണെങ്കിൽ പാർലമെന്ററി പാർട്ടി നേതാവായ പ്രതിപക്ഷ നേതാവ് ഹിന്ദു സമുദായത്തിലെ മറ്റൊരു സമുദായത്തിൽ നിന്നുള്ള ആളാണ്, ഹിന്ദു ജാതിയിൽപ്പെട്ട മറ്റൊരാളാണ്. അതേസമയം UDF കൺവീനർ ആകട്ടെ വേറൊരു ന്യൂനപക്ഷ മതക്കാരനുമാണ്. ഇതെക്കാലവും അവർ അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. PCC പ്രസിഡന്റും പാർലമെന്ററി പാർട്ടി നേതാവും UDF കൺവീനറും വ്യത്യസ്ത മത സാമുദായിക വിഭാഗങ്ങളായിരിക്കണം എന്ന് എത്രയോ കാലമായിട്ട് UDF-ൽ ഇക്വേഷനായിട്ട് കിടക്കുന്ന കാര്യമാണ്. LDF പാർട്ടി സെക്രട്ടറി, LDF കൺവീനർ, ഇതാരാണ്? ഇതിനകത്ത് ജാതിയോ മതമോ നോക്കിയാണോ LDF ആരെങ്കിലും നിശ്ചയിക്കുന്നത്? അവിടെ തന്നെ തുടങ്ങുന്ന വ്യത്യാസം. രണ്ട് മുന്നണികൾ തമ്മിലുള്ള മതനിരപേക്ഷമായ കാഴ്ചപ്പാടിന്റെ വ്യത്യാസം അവിടെ തുടങ്ങുന്നു. LDF അത്തരം കാഴ്ചപ്പാടേ സ്വീകരിക്കുന്നില്ല. തികച്ചും മതനിരപേക്ഷമായി യോഗ്യതയുള്ള ആൾക്കാരെ നേതൃസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. അവർ ആ നേതൃസ്ഥാനങ്ങളിൽ താങ്കളുടെ ജോലികൾ ഉത്തരവാദിത്തോടെ നിർവഹിക്കുന്നു. അതാണ് LDF-ന്റെ എക്കാലത്തെയും കാഴ്ചപ്പാട്. അതേസമയം UDF-ൽ കഴിയില്ല. UDF-ൽ കൃത്യമായ ജാതി മത സാമുദായിക വേർതിരിവ് പുലർത്തി പോന്നേ കഴിയൂ. ഇല്ലെന്നുണ്ടെങ്കിൽ കടുത്ത കൂട്ടയടി നടക്കും. ആ പാളയത്തിൽ തന്നെ കോൺഗ്രസ്സില് UDF-ലൊക്കെ നടക്കും. അത് എത്രയോ കാലമായിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും സമ്മതിച്ചു തരില്ല UDF നേതാക്കളൊന്നും. മാധ്യമങ്ങൾ സമ്മതിച്ചു തരില്ല, വകവെച്ചു തരില്ല. അതൊക്കെ അങ്ങനെയാണല്ലോ. UDF-ൽ കാലാകാലങ്ങളെ അങ്ങനെയാണ്. ഇപ്പോഴെന്തിനാണ് പുതുതായിട്ട് അത് പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അത് ലഘൂകരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ വസ്തുത അങ്ങനെയല്ല. ഈ LDF തികച്ചും മതനിരപേക്ഷമായി സ്വന്തം നിലപാടുകൾ പറയുക മാത്രമല്ല, നേതൃസ്ഥാനങ്ങളിലേക്ക് ആൾക്കാരെ നിയോഗിക്കുന്നത് പോലും മതനിരപേക്ഷമായി തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. മറിച്ച് UDF-ൽ, കോൺഗ്രസിൽ അത്തരമൊരു സംവിധാനമില്ല, അത് കഴിയുകയുമില്ല. ജാതി മത സാമുദായിക അടിസ്ഥാനത്തിലുള്ള ഉത്തരവാദിത്തങ്ങളെ അവിടെ എല്ലാവർക്കും ഏൽപ്പിക്കാൻ പറ്റൂ എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള ചരിത്രപരമായ സത്യം തന്നെയാണ്, നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യവുമാണ്. അതൊരു വശത്ത് കിടക്കുന്നു. അപ്പൊ ആ പശ്ചാത്തലത്തിലാണ് ഇത് വിജയരാഘവന്റെ പ്രസ്താവനയെ കൂടെ കണക്കിലെടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞ എന്താണ്? ഇതിന്റെ തണലിലാണ്, SDP-യുടെ തണലിലാണ്
പിന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ 2024 വയനാട് ലോക്സഭാ ഇലക്ഷനിലെ വിജയവും അതിനുശേഷം അദ്ദേഹം രാജിവെച്ച് പ്രിയങ്ക ഗാന്ധി ബൈ ഇലക്ഷനിൽ വിജയിച്ചതും ആ തണലിലാണ്. ലീഗിന്റെ, കോൺഗ്രസിന്റെ, UDFന്റെ തണലിൽ SDPയെ കൊണ്ട് കെട്ടിയിട്ടാണ്, SDPയുടെ തണലിൽ നിന്നുകൊണ്ടാണ് ഇവർ ആ വോട്ടുകൾ കൂടെ ശേഖരിച്ചുകൊണ്ട് വിജയിച്ചത്. ഇത് ആപൽക്കരമായ ഒരു പ്രവണതയാണ്. ഈ പ്രവണതയെ ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഇത് ഇന്ന് തുടങ്ങിയതല്ല. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കാര്യം, ഡിവൈഎഫ്ഐയുടെ 2ാമത് അഖിലേന്ത്യാ സമ്മേളനം നടക്കുന്നത് കോഴിക്കോട് വെച്ചാണ് 84-ൽ. 1980 നവംബർ 1, 2, 3 തീയതികളിലാണ് പഞ്ചാബിലെ ചണ്ഡീഗഡിൽ വെച്ച് രൂപീകരിക്കപ്പെടുന്നത് ഡിവൈഎഫ്ഐ. അത് കഴിഞ്ഞ് 2ാം അഖിലേന്ത്യാ സമ്മേളനം നടക്കുന്നത് കോഴിക്കോട് വെച്ചാണ്. കോഴിക്കോട് വെച്ച് നടക്കുമ്പോൾ അന്നൊരു വളരെ രാജ്യവ്യാപകമായ ശ്രദ്ധ നേടിയ ഒരു ഇഷ്യൂ ഉണ്ടായി. പിന്നെ EMS വളരെ സജീവമായി ഇടപെട്ട ഒരു ചർച്ചാ വിഷയമായിരുന്നു ഷാബാനോ കേസ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ സമയമില്ല, അതുകൊണ്ട് പോകുന്നില്ല. പക്ഷെ അന്ന് അദ്ദേഹം വളരെ വളരെ പ്രധാനപ്പെട്ട, പിൽക്കാലത്ത് എന്നും പ്രസക്തമായി തന്നെ പ്രസ്താവന നടത്തി. പിന്നെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ നാടിന് ആപത്താണ് എന്നുള്ള നിലയിലേക്ക് ഒരു പുതിയ ചർച്ച തുറന്നു വെക്കുകയും ആ ചർച്ച ഡെവലപ്പ് ചെയ്യുകയും 87-ൽ വർഗീയ നിരപേക്ഷമായ തികച്ചും മതനിരപേക്ഷമായ സർക്കാരിന് കേരളത്തിൽ കളമൊരുങ്ങുകയും ചെയ്തതിൻ്റെയൊക്കെ അടിസ്ഥാനം എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നു, ആ കാലം മുതലേ ഉണ്ട് ഈ നിലപാട് LDFന്, വിശേഷിച്ചും CPIMന്. അത് ഇപ്പോ ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ താല്പര്യങ്ങളെ കണ്ടോ ഭാവിയിലുള്ള ഇലക്ഷനിൽ കണ്ണുവെച്ച് സ്വീകരിക്കുന്ന നിലപാടുകളോ അല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് കേരളത്തിന്റെ ചരിത്രത്തിൽ തെളിഞ്ഞു കിടക്കുന്ന മുദ്രകളാണ്, മായാത്ത മുദ്രകളുമാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളം ഇന്നത്തെ കേരളമായി നിലനിൽക്കുന്നത് തന്നെ. അതിനെ പിന്നെ VD സതീശനോ ആരെങ്കിലുമൊക്കെയോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചേർന്നോ വർഗീയ വിജയരാഘവൻ എന്ന് വിശേഷിപ്പിച്ചാലൊന്നും തളരുന്നതല്ല ആ പോരാട്ട വീര്യം ഒന്നും തന്നെ. അത് അഭംഗുരം ഒരു നിലപാടിന്റെ ഭാഗമായി തുടരുന്നതാണ്. ആ നിലപാട് എത്രയോ പതിറ്റാണ്ടുകളായി LDFും CPIMും മുറുകി പിടിച്ചതുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്.